അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 148. മീനു വ്യാസിന്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ നിറഞ്ഞ കണ്ണുകൾ പതിയെ തുടച്ചുകൊടുത്ത് ആ വിരിനെറ്റിയിൽ ചുണ്ടമർത്തി. ഉം ഒന്ന് കുറുകിക്കൊണ്ട് മീനു ഒന്നുകൂടി അവനോട് ഒട്ടി വന്നു. അതെ, രണ്ടാളൊന്ന് മാറിക്കേ, കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. അപ്പു പെട്ടെന്ന് തിണ്ണയിൽ നിന്നും എഴുന്നേറ്റ് വന്ന് ഇരുവരോടായിട്ട് കുറുമ്പോടെ പറഞ്ഞു. വ്യാസ് ഞെട്ടിപ്പോയി. അവൻ പെട്ടെന്ന് മീനുവിനെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അല്പം നീങ്ങി നിന്നു. തങ്ങൾ എല്ലാവർക്കും മുന്നിലായിരുന്നു ഇത്രയും നേരമെന്ന് അവൻ അപ്പോഴാണ് ബോധം വന്നത്. മീനുവിന് പക്ഷെ കുലുക്കമൊന്നുമില്ല. വ്യാസ് ഇടം കണ്ടിട്ട് എല്ലാവരെയും ഒന്ന് നോക്കി. സംശയമൊന്നുമില്ല, എല്ലാത്തിൻ്റെയും നോട്ടം അവനിൽ തന്നെയാണ്. വ്യാസിന് ജാളിത തോന്നി. അവൻ അപ്പുവിനെ നോക്കി ഇളിച്ചു കൊടുത്തു. അപ്പു അവനെ നോക്കി ചുണ്ടുകൂർപ്പിച്ച് പുരികമുയർത്തി. ഈ വ്യാസ് അപ്പോഴും അവനെ നോക്കി ഒന്ന് ഇളിച്ചു കൊടുത്തു. അപ്പു അവനെ പുച്ഛിച്ചു വിട്ടു. ഏട്ടോയ്, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? ഏട്ടന്റെ ഫ്രണ്ടല്ല എന്ന് നമ്മുടെ എല്ലാം മുന്നിൽ വെച്ച് പറഞ്ഞ് മീനുവിനോടുള്ള പ്രണയം മരിച്ചുപോയിന്നോ മറ്റോ? എന്നിട്ടിപ്പോ ഇതെന്താ ഏട്ടാ? അപ്പു താടിക്ക് കൈ കൊടുത്തു. മീനു അവന്റെ സംസാരം കേട്ട് വേഗം പൊന്നുവിന്റെ അടുത്തേക്ക് പോയി. പൊന്നു, എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി എന്ന പോലെ മീനുവിനെ നോക്കി പുരികമുയർത്തി. മീനു ചിരിയോടെ അവളുടെ കവിളിൽ ചുംബിച്ചുകൊണ്ടാണ് അവളുടെ സന്തോഷം അറിയിച്ചത്. താങ്ക്സ്, അവൾ പതിയെ പറഞ്ഞു. പൊന്നു അവളെ നോക്കി ചിരിയോടെ കണ്ണു ചിമ്മി. വ്യാസ് അഗ്നിയും ജ്വാലയും നോക്കി. ജ്വാലയുടെ കണ്ണൊക്കെ ചുവന്നിട്ടുണ്ട്. പക്ഷെ പ്രതീക്ഷിക്കാത്ത എന്തോ കണ്ടതുപോലെ ആ കണ്ണുകൾ വല്ലാതെ മെഴിഞ്ഞിരിക്കുന്നു. വ്യാസ് അവളെ നോക്കി ചിരിച്ചു കൊടുത്തു. എല്ലാം ജ്വാലയ്ക്ക് അറിയാവുന്നതാ. പക്ഷെ ഇപ്പോ ഇങ്ങനൊരു തുറന്നു പറച്ചിൽ മനസ്സിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ മീനു അവൾക്ക് മറ്റൊരാളുടെ വിവാഹാലോചന എന്ന് കേട്ടതും തളർന്നു പോയി ഞാൻ. ജ്വാല, മനസ്സിൽ അത്രയും പറഞ്ഞുകൊണ്ട് വ്യാസ് ജ്വാലയെ വിളിച്ചു. ഏ? ജ്വാല ഏതോ ലോകത്തിൽ നിന്നെന്ന പോലെ വിളി കേട്ടു. ആ ബെസ്റ്റ് ഏട്ടാ, ആ പെണ്ണിന്റെ തലക്കിട്ടൊന്ന് കൊടുത്തേ, അവളുടെ റിലേ പോയെന്ന് തോന്നണു. അപ്പു കളിയോട് അഗ്നിയോട് പറഞ്ഞു. അഗ്നി അപ്പുവിനെ തറപ്പിച്ചൊന്ന് നോക്കി. ജ്വാലയുടെ വയറിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചൊന്ന് കുലുക്കി. അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി. അഗ്നി അവളെ നോക്കി പുഞ്ചിരിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട് കുഞ്ഞ? ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നിന്നോട് കരയണ്ടാന്ന്. എന്നിട്ടിപ്പോ നീ കരഞ്ഞത് വെറുതെ ആയില്ലേ? അവര് രണ്ടാളും തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം തീർന്നു, അവൻ പറഞ്ഞു. ജ്വാലവന്റെ നെഞ്ചിലേക്ക് അവളുടെ പുറം അമർത്തി വെച്ച് അവനെ നോക്കി ഒന്ന് ചിരിച്ചു. ഏ? ഇതിനിടയിൽ ഇവള് കരയും ചെയ്തു അഗ്നിയേട്ടാ? പൊന്നു അമ്പരപ്പോടെ ചോദിച്ചു. പിന്നില്ലാതെ, മീനും വ്യാസം കരയുന്ന കണ്ട് എന്റെ കുഞ്ഞു കൂടെ കരയല്ലായിരുന്നോ? എന്നിട്ട് അവരിപ്പോ ഒന്നായി. പാവന്റെ കുഞ്ഞ്. അഗ്നി വ്യാസിനെ നോക്കി കണ്ണുരുട്ടി. അവൻ അഗ്നിയെ നോക്കി ചിരിച്ച് ജ്വാലയ്ക്ക് അടുത്തേക്ക് വന്ന് അവളുടെ തലമുടിയിൽ ഒന്ന് തലോടി. സോറി ജ്വാല, പെട്ടെന്ന് മീനു അങ്ങനെയൊക്കെ പറയുന്ന കേട്ടപ്പോ എൻ്റെ മോൾക്ക് സങ്കടമായില്ലേ? അവനിൽ നിറയുന്ന വാത്സല്യം മോഹനും ചിത്തവും പരസ്പരം നോക്കി പുഞ്ചിരിച്ചു. സാരില്ലേട്ടാ, ഞാൻ കരുതി നിങ്ങൾ പിണങ്ങാൻ പോവാന്ന്. എന്തായാലും എല്ലാം പറഞ്ഞ് സോൾവ് ആക്കിയല്ലോ. എൻ്റെ പൊന്നൂൻ്റെ ഐഡിയ ഏറ്റു, എനിക്ക് അത് മതി. ജ്വാല ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പറഞ്ഞുപോയി. ഓ തൊലച്ചു ഈ ഏട്ടത്തിയെ ഞാനിന്ന്, മീന് പല്ല് കടിച്ചുകൊണ്ട് രഹസ്യം പോലെ പൊന്നൂനോട് പറഞ്ഞു. അതിനെന്താടി, എപ്പോഴായാലും വ്യാസേട്ടനോട് പറയേണ്ടതല്ലേ? പൊന്നു പതിയെ ചോദിച്ചു. അതെ, പക്ഷെ ഇപ്പൊ തന്നെ പറയണ്ടായിരുന്നു. ഇനി വ്യാസേട്ടൻ വീണ്ടും എന്നോട് പിണങ്ങിയാലോ? മീനു സങ്കടത്തോടെ ചോദിച്ചു. പിന്നെ എന്നങ്ങോട്ട് പിണങ്ങട്ടെ. അപ്പൻ്റെ കയ്യിലെ പ്ലാൻ ബി ഉണ്ട്. ഞാനൊരു ചൂണ്ടയിട്ട് തന്നപ്പോഴേക്കും നീ അതിൽ പിടിച്ചു കയറിയില്ലേ? അതുപോലെ നമ്മൾ പ്ലാൻ ബിയും ചെയ്യും. അതുകൊണ്ട് ഡോൺ വെറി. പൊന്നു അവളുടെ തോളി തട്ടി. ആണല്ലേ? മീനു ആശ്വാസത്തോടെ ചോദിച്ചു. ആണല്ല പെണ്ണ്, ഒന്ന് മിണ്ടാതെ നിൽക്ക് പെണ്ണെ. മീനുവിനെ പിടിച്ചൊന്ന് തള്ളി മാറ്റി പൊന്നു പുച്ഛിച്ചു. മീനു അവളെ മുഖം വീർപ്പിച്ചു നോക്കി. പെട്ടെന്നെന്തോ ഓർത്ത പോലെ വീണ്ടും വ്യാസിനെ നോക്കി. സംശയത്തോടെ ജ്വാലയെ നോക്കി നിൽക്കുകയാണ് അവൻ. പൊന്നൂന്റെ ഐഡിയോ എനിക്ക് മനസ്സിലായില്ല, വ്യാസ് ജ്വാലയോട് ചോദിച്ചു. ജ്വാല അഗ്നിയൊന്ന് നോക്കി. പറയണോ എന്ന പോലെ. പറഞ്ഞു കൊടുക്ക്, ഇനി എന്തിനാ മറച്ചു വെക്കുന്നേ? അവളുടെ മനസ്സറിഞ്ഞതുപോലെ അഗ്നി പറഞ്ഞു. ജ്വാല തലയാട്ടിക്കൊണ്ട് എല്ലാ കാര്യവും വ്യാസിനോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും ഇവള് കൊള്ളാലോ എന്ന പോലെ അപ്പു പൊന്നൂനെ ഒന്ന് നോക്കി. അവളാണെങ്കിൽ ഇതൊക്കെ എന്തെന്ന പോലെ ബിൽഡപ്പ് ഇട്ട് നിൽക്കുകയാണ്. വ്യാസ് പൊന്നുവിനെ തറപ്പിച്ചൊന്ന് നോക്കി. ഈ അത് കണ്ട് പൊന്നു നന്നായൊന്ന് ചിരിച്ചു. നീ വന്നപ്പോ തൊട്ട് ചൊറിയ എന്നെ, അപ്പോ ഇതായിരുന്നൂല്ലേ നിന്റെ മനസ്സില്? വ്യാസ് അവളോട് കപടദേഷ്യത്തോടെ ചോദിച്ചു. പൊന്നു അവന്റെ മുന്നിൽ വന്ന് അവന്റെ ഇരു കൈയും കൂട്ടിപ്പിടിച്ചു. അത് പിന്നെ വ്യാസേട്ടാ, ഒരു ജീവിതത്തിന്റെ കാര്യമല്ലേ? മീനു ആളത്ര നല്ലവളായിരുന്നില്ലെങ്കിലും അവള് ചെയ്ത തെറ്റ് എല്ലാം അവളെ കൊണ്ട് കഴിയുമ്പോൾ അവള് തിരുത്തിയതല്ലേ? പിന്നെയും വ്യാസേട്ടന്റെ പിറകെ വന്നതും അല്ലേ? പാവം, അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു വ്യാസേട്ടന്റെ അവഗണന കണ്ടിട്ട്. അപ്പോ എൻ്റെ മനസ്സിൽ തോന്നിയ ചെറിയൊരു പ്ലാൻ, അത് അവളെ മാറ്റി നിർത്തിയത് മാത്രാ. അല്ലാതെ ഈ വിവാഹാലോചനയൊക്കെ നിങ്ങളുടെ മീനുവിന്റെ സ്വന്തം ഐഡിയ. അതിലെനിക്ക് പങ്കില്ല, സത്യം.
അവൾ നിഷ്കളങ്കമായി പറയുന്നതിനോടൊപ്പം അവനെ നോക്കി ചിരിച്ചു. ഉം വ്യാസിനും ചെറുതായി ചിരി വന്നു. അത് കണ്ടതും പൊന്നൂന്റെ മുഖം തെളിഞ്ഞു. അവൾ അവന്റെ കയ്യിൽ നിന്നും പിടിവിട്ടു. എന്നോട് ദേഷ്യായോ? അവൾ ചോദിച്ചു. ഏയ്, ഞാൻ വന്നപ്പോ തൊട്ട് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ ലച്ചു ആദ്യം പറഞ്ഞിട്ടുണ്ട് നിന്നെക്കുറിച്ച്. അതുകൊണ്ടൊരു ഏകദേശ ധാരണയുണ്ടായിരുന്നു. എന്നാൽ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ദേഷ്യമൊന്നുമില്ല കേട്ടോ. അവൻ സ്നേഹത്തോടെ തന്നെയാണത് പറഞ്ഞത്. ഉം പൊന്നു പുഞ്ചിരിച്ചു. അപ്പോ എന്നോടും ദേഷ്യമൊന്നും ഇല്ലല്ലോ അല്ലേ വ്യാസേട്ടാ? മീനു പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് വന്നു. നിന്നോട് ദേഷ്യം തന്നെയാ. അവൻ ചുണ്ടുകൊട്ടി. എന്തിനാ? മീനു അവനോട് ചേർന്ന് വന്നു. നീങ്ങി നിക്ക് പെണ്ണെ അങ്ങോട്ട്. തന്നെ നോക്കി ചിരിക്കുന്ന മോഹനെയും ചിത്തൂനെയും അപ്പൂനെയും നോക്കി വ്യാസ് ചമ്മലോടെ പറഞ്ഞു. ഓ പിന്നെ, അല്ലെങ്കിൽ ഇതുവരെ ഇവിടെ നടന്നതൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല അല്ലേടോ ചിത്തു? മോഹൻ തമാശ പോലെ ചിത്തൂനോട് ചോദിച്ചു. അതെ അതെ. ചിത്തൂനും ചിരിയാണ്. വ്യാസ് ശരിക്കും ചമ്മിപ്പോയി. അവന്റെ അങ്ങനൊരു മുഖം ആദ്യമായി കാണുന്നത് കൊണ്ട് തന്നെ അഗ്നിയും ജ്വാലയുമെല്ലാം അവനെ തന്നെ നോക്കുന്നുണ്ട്. വ്യാസേട്ടാ പറ, എന്തിനാ എന്നോട് ദേഷ്യം? മീനു അവനോട് ഒട്ടിക്കൊണ്ട് ചോദിച്ചു. എനിക്കൊരു ദേഷ്യമില്ല എൻ്റെ മീനൂട്ടിയെ. അത് കഴിഞ്ഞില്ലേ, സാരമില്ല. അവൻ കണ്ണു ചിമ്മി. എന്നാ നമുക്കിനി വേഗം കല്യാണം കഴിക്കാം വ്യാസേട്ടാ. ഞാൻ എൻ്റെ അമ്മയോടും അച്ഛനോടും പറയട്ടെ? ആവേശത്തോടെ അവള് ചോദിച്ചു. പിന്നെ കല്യാണം മര്യാദയ്ക്ക് പോയി പഠിക്കാൻ നോക്കടി. മുട്ടേന്ന് വിരിഞ്ഞില്ല, അപ്പോഴാ അവളുടെ ഒരു കല്യാണം. ആദ്യം നീയൊന്ന് വളരട്ടെ, എന്നിട്ട് നോക്കാം ബാക്കിയൊക്കെ. അതുവരെ മിണ്ടാതെ നിന്ന അഗ്നി കലിപ്പായി. പിന്നെ എന്നെക്കാളും വയസ്സിന് ചെറുതല്ലേ ഏട്ടത്തി? എന്നിട്ട് അവളെ അഗ്നിയേട്ടൻ കെട്ടിയില്ലേ? പിന്നെ എൻ്റെ കല്യാണം നടത്തിയ എന്താ കുഴപ്പം? മീനു ചുണ്ടു പിളർത്തി. ആ, അത് ശരിയാ. നമുക്ക് മീനുവിൻ്റെ കല്യാണം നടത്താതെ വേട്ടാ. ജ്വാല സന്തോഷത്തോടെ പറഞ്ഞു. ആ, അതിൻ്റെ കൂടി കുറവേ ഉള്ളൂ ഇനി. ഇവിടെ ബാക്കിയുള്ളവൻ കെട്ടിയിട്ട് ഒരു വർഷത്തോളം ആവാനായി. എന്നിട്ടൊന്നും ഇതുവരെ നടന്നിട്ടില്ല. അപ്പോഴേ ഇനി അടുത്തവളുടെ കല്യാണം. അഗ്നി പതിയെ പിറുപിറുത്തു. എന്താ ദേവേട്ടാ, എന്തേലും പറഞ്ഞോ? ജ്വാലയ്ക്ക് സംശയം. ഏയ്, ഒന്നും പറഞ്ഞില്ല. ഇപ്പം എന്തായാലും വിവാഹമൊന്നും വേണ്ട കുഞ്ഞാ. അവള് പഠിക്കല്ലേ, അത് പറഞ്ഞതാ. അഗ്നി ശാന്തമായി പറഞ്ഞു. അത് കല്യാണം കഴിഞ്ഞാലും പഠിക്കാലോ. എന്തോന്ന് അഗ്നിയേട്ടാ? മീനു കൊഞ്ചിക്കൊണ്ട് അവനടുത്തേക്ക് വന്നു. അച്ഛാ, ദേ നിങ്ങളുടെ അനിയത്തിയുടെ മോൾക്ക് കെട്ടാൻ മുട്ടി നിൽക്കുന്നു. പിടിച്ച് കെട്ടിച്ചു കൊടുക്ക്. അപ്പു മീനുവിന്റെ തലക്കിട്ടൊന്ന് കൊട്ടി. ഹു, പോ ദുഷ്ടാ. അല്ല മാമ, അപ്പുവേട്ടൻ പറഞ്ഞത് ഒരു കാര്യാ, എന്റെ കല്യാണം. അവള് വേഗം മോഹന്റെ അടുത്തേക്ക് പോയി. ദേ, നീ കുറെ നേരമായാലോടി തുടങ്ങിയിട്ട്. കണ്ണം പറഞ്ഞ പോലെ ആദ്യം നീയൊന്ന് വളരട്ടെ, എന്നിട്ട് നോക്കാം ബാക്കി. മോഹന്റെ അടുത്ത് നിന്ന ചിത്തു പറഞ്ഞു. അവൾ അവരെ ചുണ്ടുപിളർത്തി നോക്കി. വ്യാസേട്ടാ. മീനുവിന് വിഷമം. അവൻ ചിരിച്ചതേയുള്ളൂ. അപ്പു അവൾക്കടുത്തേക്ക് വന്ന് ചിരിയോടെ അവളുടെ തോളിലൂടെ കൈയിട്ട് അവളെ ചേർത്ത് പിടിച്ചു. എന്റെ മീനു, ഏട്ടത്തിയേട്ടൻ ഇത്ര പെട്ടെന്ന് വിവാഹം കഴിച്ചത് എന്തുകൊണ്ടാന്ന് നിനക്കറിയില്ലേ? അതുപോലെയാണോ നിന്റെ കാര്യം? അതുകൊണ്ട് ആദ്യം പഠിത്തം, പിന്നെ മതിട്ടോ ഈ വിവാഹമൊക്കെ. അപ്പു മീനുവിനെ പറഞ്ഞു മനസ്സിലാക്കി. അല്ലെങ്കിലും എനിക്ക് പെട്ടെന്ന് വിവാഹം വേണമെന്ന് ആഗ്രഹം തോന്നിയിട്ടൊന്നല്ല അപ്പേട്ടാ. ഈ വ്യാസേട്ടന്റെ സ്വഭാവം ഇനിയും മാറിയാലോ എന്ന് പേടിച്ചിട്ടാ. ഒരുവിധ ഞാൻ എല്ലാം ഒന്ന് ഓക്കേക്ക് കൊണ്ടുവന്നേ. മീനു വ്യാസിനെ നോക്കി അപ്പുനോട് പറഞ്ഞു. വ്യാസ് അവളെ നോക്കി പുരികമുയർത്തി. അല്ലെങ്കിലും എനിക്കിങ്ങും വയ്യ ഇപ്പോഴേ ഇവളെ കെട്ടാൻ. അതാരും പ്രതീക്ഷിക്കുകയും വേണ്ട. വ്യാസ് കുറുമ്പോടെ മീനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട. മുഖം വിരിപ്പിച്ച് അത്രയും പറഞ്ഞുകൊണ്ട് അവൾ അകത്തേക്ക് കയറിപ്പോയി. അവള് പോകുന്നത് നോക്കി നിന്ന വ്യാസ് ഒന്ന് ചിരിച്ചു. യോ, വ്യാസേട്ടന്റെ പിണക്കം മാറിയപ്പോ ഇപ്പൊ മീനു പിണങ്ങിയല്ലോ? ജ്വാല പറഞ്ഞു. ആ, അവള് പിണങ്ങട്ടെ, നീ ഇനി അത് പറഞ്ഞ് കരയാൻ നിൽക്കണ്ട. അഗ്നി അവളുടെ ഇടുപ്പിൽ അമർത്തി പിച്ചിക്കൊണ്ട് പറഞ്ഞു. ആ ദേവേട്ടാ. ജ്വാല നിന്നിടത്ത് നിന്ന് തുള്ളിപ്പോയി. കണ്ണാ, എന്തിനാടാ മോളെ വേദനിപ്പിക്കുന്നെ? അടി വാങ്ങിക്കുന്നീ. ചിത്തു അഗ്നിക്ക് നേരെ കയ്യോങ്ങി. അഗ്നി അവരെ നോക്കി ചിരിച്ചു കൊടുത്തു. ജ്വാല അഗ്നിയിൽ നിന്ന് കുതറി മാറി നിന്ന് മുഖം വീർപ്പിച്ചുകൊണ്ട് ഇടുപ്പിലൊഴിഞ്ഞു. അല്ലെങ്കിലും ഏട്ടൻ ഈയിടെയായിട്ട് ഇവളെ ഉപദ്രവിക്കുന്ന ഇത്തിരി കൂടുന്നുണ്ട് അല്ലേടി ഏട്ടത്തി? അപ്പു ജ്വാലയോട് ചോദിച്ചു. ജ്വാല എപ്പോ എന്ന പോലെ അവനെ നോക്കി. അപ്പു അവളെ നോക്കി കണ്ണിറുക്കി കാണിച്ചു. ജ്വാല തലയാട്ടി. അതെ, ശരി അരവേട്ട. ദേവേട്ടനെ വെറുതെ ഉപദ്രവിക്കുക ഇപ്പോ. ജ്വാലയുടെ കവിളി വീർത്തു. അഗ്നിയുടെ ചുണ്ടു കൂർത്തു വന്നു. അത് കണ്ടെങ്കിലും ഇടുപ്പ് ഒഴിഞ്ഞുകൊണ്ട് അവനെ നോക്കി പുച്ഛിച്ചു ജ്വാല. എന്നാ ഞാനങ്ങോട്ട് ഇറങ്ങുക. ഇനിയും നിന്നാ ഓഫീസിലെത്താൻ ലേറ്റാവും. വ്യാസ് അഗ്നിയെ ജ്വാലയെ ഒന്ന് നോക്കി മോഹനോട് ചിത്തുവിനോടും പറഞ്ഞു. ശരി മോനെ. ചിത്തും പറഞ്ഞു. മോഹൻ വ്യാസിന്റെ തോളിൽ കൈവച്ചു. എന്തായാലും എന്റെ മീനുവിന്റെ വിഷമം മാറിയല്ലോ. എനിക്ക് അത് മതി വ്യാസ്. പാവം, ഒരുപാട് വിഷമിച്ചിരുന്നു അവൾ. മോഹൻ പറഞ്ഞതും വ്യാസ് പുഞ്ചിരിച്ചതേയുള്ളൂ. അവൻ അഗ്നിയൊന്ന് നോക്കി. അഗ്നി അവനെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. വ്യാസ് പെട്ടെന്ന് പോയി അവനെ കെട്ടിപ്പിടിച്ചു. അഗ്നിയുടെ ചുണ്ടുകൾ വിടർന്നു. അവൻ വ്യാസിന്റെ പുറത്ത് ഒന്ന് തട്ടി. രണ്ടുപേരും ഒന്നും സംസാരിച്ചില്ല. പരസ്പരം പറയാതെ തന്നെ ഇരുവരുടെയും മനസ്സിൽ എന്താകുമെന്ന് ഇരുവർക്കും നന്നായിട്ട് അറിയാം. വ്യാസ് പെട്ടെന്ന് പുറത്തേക്ക് നടന്നു.
അവനെ നോക്കി നിൽക്കുന്ന സൗബിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് കാറിലേക്ക് കയറി അവിടെ നിന്ന് പോയി. മുഖം വിറിപ്പിച്ചുകൊണ്ട് സൗബി അകത്തേക്കും പാഞ്ഞുപോയി. ഈ പെണ്ണിന് ഇതെന്തു പറ്റി? ചിത്തു സംശയത്തോടെ ചോദിച്ചു. അത് വേറൊന്നുമല്ല അമ്മേ, ആ കോഴിപ്പെണ്ണി വ്യാസേട്ടൻ വന്നപ്പോ തൊട്ട് അങ്ങേരുടെ ചോര ഊറ്റാൻ തുടങ്ങിയതാ. ഇപ്പൊ അവൾക്ക് മനസ്സിലായി കാണും അന്ത പൊണ്ണാണ് വ്യാസേട്ടന്റെ ഒറിജിനൽ കാമുകീന്ന്. അപ്പു വാപുത്തി ചിരിച്ചു. അടിപൊളി, ഇതിനിടയിൽ ഇങ്ങനെയുണ്ടായോ? അതിശയത്തോടെ ചിത്തിര ചോദിച്ചു. പിന്നില്ലാതെ, മീനു കണ്ടിട്ടുണ്ട് അവള് വ്യാസേട്ടനെ നോക്കുന്നത്. അവളാകെ കലിപ്പിലായിരുന്നു. അവളുടെ പ്രോപ്പർട്ടി നോക്കിയതിന് മീനു സൗബിക്കിട്ട് എന്തേലും പണി കൊടുക്കാതിരിക്കില്ല. അതും പറഞ്ഞ് പൊന്നു അകത്തേക്ക് നടന്നു. എന്റെ പ്രോപ്പർട്ടി നോക്കിയതിന് ഞാനും. അകത്തേക്ക് നടക്കുമ്പോൾ അവൾ സ്വയം പിറുപിറുത്തു. ആ, എന്നാ നമുക്കും ഇറങ്ങാൻ നോക്കാം, ബാഗ് അകത്താ, അതൊന്ന് എടുക്കട്ടെ. അതും പറഞ്ഞ് മോഹൻ അകത്തേക്ക് പോയി. പുറകെ തന്നെ അപ്പുവും ചിത്തു. സിറ്റ് ഔട്ടിൽ ഇപ്പോ അഗ്നിയും ജ്വാലയും മാത്രമേ ഉള്ളൂ. അഗ്നി അവളെ നോക്കി ഒന്ന് ചിരിച്ചു കൊടുത്തു. അവനെ കിറിവിച്ചു നോക്കി ചാടിത്തുള്ളി അവൾ അകത്തേക്ക് പോയി. അഗ്നി അവൾ പോകുന്നത് നോക്കി ചിരിയോടെ നിന്നു. ആഹാ, എന്നോട് പിണങ്ങിയോടി പൂച്ചക്കുട്ടി നീ, ശരിയാക്കി തരാ ഞാൻ. മീശത്തുമ്പ് പിടിച്ചൊന്ന് പിരിച്ചു വെച്ച് അകത്തേക്ക് നടക്കുമ്പോൾ അഗ്നി പ്രണയം നിറഞ്ഞ സ്വരത്തോടെ പതിയെ പറഞ്ഞു. തുടരും.